ഗൈസ് ഇന്ന് രാവിലെ തന്നെ ദീദി വന്ന് വെറുപ്പിച്ചിട്ട് വാ എനിക്ക് നമുക്ക് രാവിലെ ചായ അടിക്കാൻ പോവാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഇഷ്ടം. ഒരാണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ കൂട്ടാണ്ട് പോകും, പിന്നെ പോയല്ലേ പറ്റൂ. വീടിന്റെ അടുത്തൊന്നുള്ള ഷോപ്പിലേക്കല്ല നമ്മൾ പോണത്, അങ്ങ് ദൂരെ ചാലിയം കടുക്ക ബസാർ തന്നെ ആയിരിക്കുമല്ലേ പറയാ, എനിക്കറിയില്ല. ഇത് പിന്നെ നമ്മള് പ്രോ സിംഗർ മെയിൻ ആയിട്ട് നമ്മള് പോണത് എന്തോ ഒരു കടുക്കന്റെ ഒരു സാധനം എന്തേന് പറയാ, കടുക്ക ഫ്രൈയോ, അത് തിന്നാനും വേണ്ടിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് പോണത്, എന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. പോയി അപ്പണ്ട് പിന്നെ ഓരോരുത്തർക്ക് എന്താ വേണ്ട എന്നുള്ളതാക്കണം. ഞാൻ കടുക്ക ഫ്രൈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തിന്നാൻ പോണത്, എനിക്ക് എന്താന്നുള്ള അറിയില്ല. കടുക്ക ഫ്രൈ എന്ന് പറഞ്ഞപ്പോ ഞാൻ കടുക്ക പൊരിച്ചതാ വിചാരിച്ചു. അവിടെ പൊരിച്ചതിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നിട്ട് അതിനെക്കൊണ്ട് ഞാൻ 2 വാങ്ങി തിന്ന്. കണ്ട ഈ കുട്ടികൾ മദ്രസ വിട്ട് വരാൻ തോന്നുന്നുണ്ട്, മക്കള് വരെ അവിടെ വന്നാ തിന്നുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി കടുക്ക ഫ്രൈ. പിന്നെ ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ തിന്നുന്നത്. എന്താ അതിന്റെ ടേസ്റ്റ് എന്താന്നൊന്നും എനിക്ക് അറിയില്ല. ടേസ്റ്റ് ആണ് എനിക്ക്. പിന്നെ ആദ്യം കടുക്ക വലിയ ലൈക്ക് അല്ല, അതിനോണ്ടായിരിക്കാം. എന്നാലും ഞാൻ തിന്നിട്ടോ. ഇന്ത്യയിൽ ബാക്കി വന്നാൽ ഞാൻ അബ്ബക്ക് കൊടുത്ത്, അബ്ബക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കടുക്ക ഫ്രൈയും പൊരിച്ചതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പെട്ടെന്നുണ്ട് കാറിലിരിക്കുമ്പോ പഴയ പാട്ടേക്കണം. അപ്പൊ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു കാക്ക റേഡിയോ എന്തോ വെച്ച്, അതും സൈക്കിളിൽ നമ്മൾ വിചാരിച്ച് കടുക്ക വാങ്ങിയിട്ട് വരാം. അതുവരെ ഏതായാലും പോയതല്ലേ. ഈ കാക്കന്റെ ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം 1 കിലോ വാങ്ങി. പിന്നെ മൂപ്പര് സ്വഭാവം കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത് അറിയാലോ, ഒരു നല്ലൊരു മനുഷ്യൻ മാഷാഅല്ലാഹ്. നമ്മൾ 2 കിലോ കൂടെ വാങ്ങി. ഇപ്പൊ ബിഹേവിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഞങ്ങൾക്ക്, പെരുമാറ്റം അടിപൊളി. പിന്നെ ഞങ്ങൾ തന്നെ ഈ എളാമന്റെ മോളെ വീട്ടിൽ കയറാൻ വിചാരിച്ചു. കാരണം ദീദി ഇതുവരെ അവിടുത്തെ മോനെ കണ്ടില്ല, അതിനെ കൊണ്ട് അങ്ങോട്ട് ഡ്രസ്സ് വാങ്ങി പോവാ. ഓരെല്ലാരും കൂടെ ഡ്രസ്സ് വാങ്ങാൻ പോയിന്. ഞാൻ പിന്നെ എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല, അതിനോണ്ട് ഞാനും മിക്കാറില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടീനെ ഞാനും കുഞ്ഞാറ്റിയും കൂടെ ഇട്ട് വെറുപ്പിക്കും. ഞങ്ങൾക്ക് 2 ആ കുട്ടീനെ വേണം. പക്ഷെ ഒരാളെ കയ്യിലല്ലേ നിക്കൊള്ളൂ വിചാരിക്കണ്ടാവും. വരാഞ്ഞാ മതി നിത്യൽ 2 കൂടെ നിന്നെ വെറുപ്പിക്കും. ഓരോട് എത്ര പറഞ്ഞാലും ഒരു കേൾക്കണില്ലേ. നമ്മള് പറഞ്ഞു നമ്മള് ചായ അടിച്ചിട്ടാ വരുന്നതെന്ന്, പിന്നെ നമ്മളെ കൊണ്ട് ചായ കുടിപ്പിച്ചോളും. അങ്ങനെയാണ് നല്ല ആൾക്കാർ. ഞാനൊക്കെ ആണെങ്കിൽ എന്നോട് ആരും ചായ വേണ്ടായിരുന്നു, ഞാൻ ആ മടിയിൽ പറയാ എന്നാ ഓക്കെ എന്ന് പറഞ്ഞ ഞാൻ. ഇതുകൊണ്ട് കാക്കാണ് ഓനക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളെല്ലാവരും ഓനെ നോക്കുമ്പോ ഇവനാരും മൈൻഡ്. അങ്ങനെ പിന്നെ അവിടുന്ന് എല്ലാരോടും പോയി പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.